നിനക്ക് അവളെ മറക്കാനാവില്ലേ? ഞാൻ തമ്പുരാനോട് പോയി സംസാരിക്കാം. ശരി അച്ഛാ, എനിക്ക് അവളെയും അവൾക്ക് എന്നെ അത്രക്കിഷ്ടമാണ്. എന്താ ഭാസ്കര പതിവില്ലാണ്ട്? തമ്പുരാനെ, ഞാൻ നമ്മുടെ മക്കളുടെ കാര്യം പറയാൻ വന്നതാണ്. നമ്മുടെ മക്കൾ ഏറെ ഇഷ്ടത്തിലല്ലേ? എത്രയും പെട്ടെന്ന് അവരുടെ വിവാഹം നടത്തണം. സേതുവിന് ബാംഗ്ലൂരിൽ ഒരു ജോലിയും ശരിയായിട്ടുമുണ്ട്. അതേ സ്നേഹമൊക്കെ കൊള്ളാം, അത് ആളും തരവും നോക്കി വേണം. തനിക്കും മോനും ഈ വീട്ടിൽ നിന്ന് ഒരു ബന്ധം ഉണ്ടാവുമെന്ന് കരുതണ്ട. എന്ത് ബന്ധം? ഈ കാര്യത്തിൽ തടസ്സം നിൽക്കരുത്. അമ്മയുടെ അനുഗ്രഹം പ്രാർത്ഥനയെല്ലാം വേണം. എന്റെ മോനെല്ലാം നല്ലത് വരും. എന്റെ പ്രാർത്ഥന കൂടെ ഉണ്ടാകും. ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഇത്രയും നാൾ എന്റെ തൂ മാത്രമായിരിക്കും എന്ന് പറഞ്ഞ നിനക്ക് 1 വർഷം പോലും വെയിറ്റ് ചെയ്യാനായില്ല അല്ലേ? സേതുവേട്ട, ഞാൻ പറഞ്ഞാലോ? എന്റെ അമ്മയും അച്ഛനും ജീവനോടെ ഉണ്ടാവണം. അവര് പറഞ്ഞാൽ ഞാൻ കേൾക്കണമല്ലോ. കൂടാതെ ചന്തു എല്ലാം അറിഞ്ഞിട്ടാണ് എന്നെ കെട്ടിയത്. പറ്റിപ്പോയി, എല്ലാം മറക്കണം പ്ലീസ്. ഈ ജന്മം നിന്നെ ഞാൻ മറക്കില്ല. ശ്രീ, പഴയ സേതു മരിച്ചു. ഇനി നീ കാണാൻ പോകുന്നത് പുതിയ സേതുവിനെ ആയിരിക്കും. മനസമാധാനമായി നീ ജീവിക്കില്ല. പ്ലീസ് സേതുവേട്ട, ഒന്ന് പറഞ്ഞോട്ടെ. ചന്തു നല്ലവനാണ്. ഇല്ല ചന്തു, ശരിക്കും ആരാണെന്നും നീ അറിയും. എനിക്കിനി ഒന്നും ചെയ്യാനാവില്ല. എനിക്കിനി ഒന്നും നോക്കാനില്ല. ഗുഡ് ബൈ. പോവല്ലേ പ്ലീസ്, ക്ഷമിക്കൂ. ഒന്ന് നീ മനസ്സിലാക്കിയോ, നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും. ഞാൻ ഇന്ന് മറ്റൊരാളുടെ ഭാര്യയാണെന്നത് നിങ്ങളും ഓർത്തോ? മറന്നേക്കണമെല്ലാം. ഞാൻ മറക്കില്ല. ഞാൻ പോലീസിൽ അറിയിക്കും. ആരെ വേണേലും അറിയിച്ചോ. പഴയതൊന്നും നീ മറക്കണ്ട. എന്നെ ചതിച്ചിട്ട് നീ സുഖമായിരിക്കാന്ന് കരുതിയോ? ഞാൻ എന്താ ചെയ്യുന്നെന്ന് കാത്തിരുന്ന് കണ്ടോ? അതേ വീട്ടുകാരെ, പുറത്തേക്കിറങ്ങി വാ, കാണട്ടെ തമ്പുരാട്ടികളെ. സേതു, ഇപ്പൊ ഒന്നും പറയാനില്ല. രാവിലെ വരൂ. ഇവിടെ ഞങ്ങൾ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. പ്ലീസ് ശല്യം ചെയ്യാതെ പോകൂ. ഞാൻ പോയേക്കാം. ബട്ട് ഒരു കാര്യം, ശ്രീ, നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട. എന്താ ഈ കാണിക്കുന്നത്? ദയവ് ചെയ്ത് പോകും. ഇപ്പൊ പോകുന്നു കാണാം. ഹലോ, നീ എവിടെയാ? നീ ഒന്ന് വന്നേക്ക്, നമ്മുടെ ബാറിൽ വന്നാ മതി. ഇപ്പൊ ഇറങ്ങിക്കോണം, അല്ലെങ്കിൽ മൊത്ത ചുട്ട് ചാമ്പലാക്കി കളഞ്ഞ. ഇവിടെ അങ്ങനെ സുഖിച്ച് ജീവിക്കാന്ന് വെച്ചോ? ഇറങ്ങടി, രണ്ടും വേഗം ഇറങ്ങിക്കോ. സേതുവട്ടം വന്ന എല്ലാത്തിനും കൊന്നിച്ചേ പോകും. ഇല്ലേ, പീഡിപ്പിക്കാന്നൊക്കെയല്ലേ? ഞാൻ പോലെ വിടലി എല്ലാത്തിനും ഞാൻ കാണിച്ചേ. ഒറ്റയാളത്തിന് ഈ വാസം വെറുതെ വിടില്ല. വാസു ഇപ്പൊ പോകും, അവര് നാളെ ഇറങ്ങും. നിന്നെ എടുത്തോളാം. ഇയാള് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. വയ്യാണ്ടിരിക്കുന്നവരെ വെറുതെ വേദനിപ്പിക്കല്ലേ.